കാലത്ത് ഫുട്ബോൾ മൈതാനങ്ങളെ ഇളക്കിമറിച്ചിരുന്ന ഒരു പ്രതിഭ, കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഷെമാമു എന്ന ഷെയ്ഖ് മാമു. അദ്ദേഹം ഇപ്പോൾ 80 വയസ്സ് പിന്നിട്ടിരിക്കുകയാണ്. വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പെൻഷൻ 2 വർഷത്തോളമായിക്കൊണ്ട് ലഭ്യമാകാത്തതിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട്. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. അപ്പോൾ 1967-68 കാലങ്ങളിലൊക്കെയാണല്ലേ കളിച്ച് വന്നിരുന്നത്. എങ്ങനെയാണ് ആ കാലഘട്ടമൊക്കെ ഓർത്തെടുക്കുന്നത്? അതായത് ഞാൻ പറഞ്ഞില്ലേ, 60 വർഷങ്ങൾക്ക് മുമ്പാണ് 16-ാമത്തെ വയസ്സിൽ കേരളത്തിന് കളിക്കാൻ തുടങ്ങിയിട്ട് 23-ാമത്തെ വയസ്സിൽ കാലിന് പരിക്ക് പറ്റുന്നവരെ ഞാൻ കളിക്കാത്ത കേരള ടീമില്ല. അതിൻ്റെ ഈ കാലിന് പരിക്ക് പറ്റുന്നതിലേക്ക് 4 തവണ സീനിയർ ടീമിനും 3 തവണ ജൂനിയർ ടീമിനും. അതിൽ ജൂനിയർ ടീമിന് 18-ാമത്തെ വയസ്സിൽ കളിക്കുമ്പോൾ ജൂനിയർ ഇന്ത്യക്ക് സെലക്ഷൻ കിട്ടി. ആ കൊല്ലം വിദേശ നാണയമില്ലാന്നും പറഞ്ഞ ടീമിനായിട്ടില്ല, കൊറിയയിൽ വെച്ചിട്ട് ആയിരുന്നു കളി. സിയോൾ തലസ്ഥാനം കൊറിയയിൽ വെച്ചിട്ട്. പിന്നെ അത് ജൂനിയറിന് ശേഷം വീണ്ടും കേരളം ആദ്യമായിട്ട് ദേശീയ കിരീടം കട്ടാക്കിൽ വെച്ച് നേടുമ്പോൾ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു. പിന്നെ അതുകൂടാതെ പിന്നെ സന്തോഷ് ട്രോഫി ബാംഗ്ലൂരിലും സന്തോഷ് ട്രോഫി പഞ്ചാബ് നാഷണലിലും കളിച്ചു. പിന്നെ കേരള ടീമിന് വേണ്ടിയിട്ട് സിലോണിൽ വെച്ച് നടന്ന, അതായത് ഇന്നത്തെ ശ്രീലങ്ക അന്ന് സിലോണാണ്, കൊളംബോയിൽ വെച്ച് നടന്ന പെൻട്രാങ്കുലറിലും കേരള സീനിയർ ടീമിന് വേണ്ടി കളിച്ചു. പിന്നെ ചാക്കോള ഗോൾഡ് ട്രോഫിയിൽ ഒരു കേരള ടീം പങ്കെടുത്തിരുന്നു, കേരള 11 എന്ന് പറഞ്ഞിട്ട്. ആ ടീമിലും കേരളത്തിന് സീനിയർ ടീമിലും 4 കൊല്ലം കേരള ടീമിനും 3 കൊല്ലം ജൂനിയർ ടീമിനും കളിച്ചു. 16-ൽ തുടങ്ങി 23-ാമത്തെ വയസ്സിൽ കാലിന് പരിക്ക് പറ്റിയോടുകൂടി കളി നിർത്തി. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കളിയൊക്കെ കളിച്ചെങ്കിലും ഇന്ന് ഈ അവസ്ഥയിൽ ഈ ഫുട്ബോളിനോട് ബന്ധപ്പെട്ടിട്ട് എനിക്കൊരു പെൻഷനുമില്ല. അതായത് ഇപ്പം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഞാൻ വോളണ്ടറി റിട്ടയർമെൻറ്റ് FSCTയിലായിരുന്നു ഞാൻ ജോലി. അവിടുന്ന് വോളണ്ടറി റിട്ടയർമെൻറ്റ് വന്നതിനെ കൊണ്ട് ആ പെൻഷൻ എനിക്കില്ല. പിന്നെ ഇപ്പം പിണറായി ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഭരണത്തിൽ 2017 പിന്നെ ഒരു പേപ്പർ കട്ടിങ് കണ്ടിട്ട് ഒരു അപേക്ഷ സ്പോർട്സ് കൗൺസിലിൽ കൊടുത്തതാണ്. അവിടുന്ന് ഈ പൈക്ക പദ്ധതി അനുസരിച്ചുള്ള പെൻഷനായിട്ട് എനിക്ക് 2023 വരെ സ്പോർട്സ് കൗൺസിൽ പോയി ഞാൻ നേരിട്ട് പോയിട്ട് വാങ്ങുന്നതാണ്. ആ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നു. അത് പെട്ടെന്ന് നിർത്തി. പക്ഷേ ആ പെട്ടെന്ന് നിർത്തിയെങ്കിൽ അതിൻ്റെ കാരണങ്ങളൊന്നും അന്വേഷിച്ചിട്ടൊന്നും ഒരു പിടുത്തം കിട്ടിയില്ല. ഇപ്പോൾ അത് മനസ്സിലാക്കുന്നത് അതിപ്പം ഈ സ്പോർട്സ് കൗൺസിലിൽ വന്ന ചില അഴിമതികൾ കാരണം അത് നിന്ന് പോയി എന്നാണ് പത്രക്കട്ടിങ്ങിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പം അത് നിർത്തിയിട്ട് ഇപ്പോൾ ഈ ഒരു 10-22 മാസമായി ഇതുവരെ അതിന് കിട്ടുക. അതിനു വേണ്ടി ഞാൻ കഴിഞ്ഞ ഗവൺമെൻറ്റിലും മന്ത്രി തലത്തിലും മുഖ്യമന്ത്രിയിൽ നേരിട്ടൊക്കെ അപേക്ഷ കൊടുത്തെങ്കിലും അതൊന്നും നടന്നില്ല. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഭരണത്തിൽ എന്തെങ്കിലും അപേക്ഷ കൊടുത്ത്, അപ്പോൾ ഇതാണ് അവസ്ഥ. പെൻഷനെക്കുറിച്ച് പറയാനുള്ളത് അതാണ്. അപ്പം ഞാനിത് ഈ പെൻഷൻ വെറുതെ ഇത്രയും ഇതായിട്ട് പറയുന്നത്, സാമ്പത്തികമായിട്ട് എൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇത് പെൻഷൻ കൊണ്ടൊന്നും തീരില്ല. പക്ഷേ നമ്മളെപ്പോലുള്ള കളിക്കാർക്ക് 10-60 കൊല്ലം മുമ്പ് കേരളത്തിന് കളിച്ചതിൻ്റെ വകയിൽ കേരള ഗവൺമെൻറ്റിൽ നിന്ന് ഒരു പെൻഷൻ കിട്ടുന്നത് ഇന്നത്തെ തലമുറക്കുള്ള ഒരു പ്രോത്സാഹനമാണ്. അത് ഇതിൻ്റെ സാമ്പത്തിക സ്ഥിതി പൂർത്തീകരിക്കുന്നതിനേക്കാൾ വരും തലമുറക്കുള്ള ഒരു പ്രോത്സാഹനം. ഇന്ന് ഇവിടെ പ്രോത്സാഹനം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ നടക്കുന്നത്. ഇപ്പോൾ മെസ്സിനെ ഇവിടെ കൊണ്ടുവന്നതിനെ കൊണ്ട് ഫുട്ബോൾ വികസിക്കുമോ? ഇപ്പോൾ മെസ്സിനെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞ മന്ത്രി അബ്ദുറഹ്മാൻ സ്പെയിനിൽ 22 ലക്ഷം റുപ്യ മുടക്കിയിട്ട് പോയിട്ട് അവിടെ മെസ്സി വന്നുമില്ല, 1 ലക്ഷം നിങ്ങൾ പോവുകയും ചെയ്ത്. ഇതൊക്കെ സ്പോർട്സിൻ്റെ വികസനത്തിന്. പക്ഷേ സ്പോർട്സിൻ്റെ വികസനത്തിന് കൈ വെക്കേണ്ടടുത്ത് ഇവർ വെക്കുന്നില്ല. അപ്പോൾ ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടാമെന്ന് മനസ്സിലായത്. അതായത് എനിക്കൊരു പെൻഷൻ ഇപ്പോഴത്തെ പുതിയ തലമുറ പഴയ കുട്ടികൾ, എടാ നമുക്കൊക്കെ അന്ന് കളിച്ചതിൻ്റെ പേരിൽ ഒരു 5000 റുപ്യ പെൻഷൻ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പ്രോത്സാഹനമാണ്. ഇപ്പോൾ ഈ ക്രിക്കറ്റിൻ്റെ കൂടെ കുട്ടികളെ പോകുന്നതിൻ്റെ കാരണം എന്താ? അപ്പോൾ അതേപോലെ ഫുട്ബോളിന് അതില്ല, അതാണ് പ്രശ്നം. കായിക മേഖലയിൽ വലിയ തുക പല പദ്ധതികൾക്കായി ചെലവഴിക്കുന്നുണ്ട്. അതൊക്കെ വേണ്ടതുമാണ്. പക്ഷേ ഇത്തരക്കാരെ നമ്മൾ കാണാതെ പോകരുത്. കോഴിക്കോട് നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.